ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുശങ്കറിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ വൈജയന്തിയെ കൊല്ലപ്പള്ളി വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് അലീനയും സഹോദരങ്ങളും വീട്ടിലോട്ട് വരുന്നുണ്ട്. പക്ഷെ അവരുടെ കൂടെ പോകാൻ വൈജയന്തി തയ്യാറാവത്തില്ല. അതിന് വൈജയന്തി വെക്കുന്ന ഡിമാൻഡുകൾ അലീനയെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കണം, ബാലചന്ദ്രൻ തന്നെ എന്നെ ഇവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറയുന്നു. ഇത് രണ്ടും കേൾക്കുന്ന മനുശങ്കറും കൃഷ്ണമോളും ഒക്കെ പറയുന്നുണ്ട്. അത് രണ്ടും എന്തായാലും നടക്കത്തില്ല, അതും പ്രതീക്ഷിച്ച് അമ്മ ഇവിടെ നിൽക്കേണ്ടെന്ന് അവർ തീർത്തന്നെ പറയുന്നു. എങ്കിൽ ഞാൻ ഒരു കാരണവശാലും അങ്ങോട്ട് വരത്തില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അതിനുശേഷമാണ് കമലയും ശിവശങ്കരനും കൂടി പുറത്ത് പോയിട്ട് തിരിച്ചു വരുന്നത്. ആ സമയത്ത് അലീനയെ അവരുടെ കൂടെ കാണുന്നതും കമലയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. മനുവിനെയും അലീനയും മാറി മാറി കമല നോക്കുകയാണ്. അതിനുശേഷം അലീന ശിവശങ്കരോട് പറയുന്നുണ്ട്, ഇവർ വന്നതിന് ശേഷം അങ്കിളെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, എന്തെങ്കിലും ആഹാരം കൊടുക്കണമെന്ന് പറയും. കമലേൻ്റെയോട് ചോദിക്കാതെ എങ്ങനെ കിച്ചണിൽ കയറുന്നതെന്ന് ചോദിക്കാൻ പറയും. അതിനെന്താ മോൾ ആവശ്യമുള്ള കിച്ചണിൽ കയറി ഭക്ഷണം ഉണ്ടാക്കുക, കമലെ നമ്മൾ 2 ദിവസം മുന്നേ ഇല്ലേ കടയിൽ പോയി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചതെന്ന് പറയും. പക്ഷേ കമലയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ അലീന കിച്ചണിൽ കയറി എല്ലാവർക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ്. ആ സമയത്ത് ശിവശങ്കരൻ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, അലീന ആദ്യം പോയി നല്ല സൂപ്പർ ഒരു ചായ ഇട്, അതിനുശേഷം ഫുഡ് ഉണ്ടാക്കാൻ മതിയെന്ന് പറയും. ശരിയെങ്കിലേ അങ്ങനെ പോയി ചായയൊക്കെ ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. ആ സമയത്ത് കമലയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. കമല ഇങ്ങനെ പറയുകയാണ്, എല്ലാവരും കൂടി ഇവിടെ വന്ന് കയറി താമസിക്കുമെന്ന്, എങ്ങനെയെങ്കിലും എല്ലാത്തിനും ഇവിടുന്ന് പുറത്താക്കണം എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം വൈജയുടെ മുറിയിലോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, എന്താ വൈജയന്തി ഉദ്ദേശമെന്ന് ചോദിക്കും. അപ്പോൾ വൈജി ചോദിക്കും, എന്താ കമലേട്ടത്തി അങ്ങനെ പറഞ്ഞ്, അല്ല എല്ലാവരും കൂടി ഇവിടെ വന്ന് താമസിക്കുകയാണല്ലോ, ഞാൻ പറഞ്ഞോ കമലേട്ടത്തി എല്ലാവരുടെ അടുത്ത് ഇവിടെ വന്ന് താമസിക്കാൻ, ഇത് എൻ്റെ തറവാടായണ്ട ഞാൻ ഇങ്ങോട്ട് വന്നത്, എല്ലാവരും ഇതിൻ്റെ പുറകെ വരുന്നത് ഞാൻ അറിഞ്ഞോന്ന് ചോദിക്കും. നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനാന്ന് പറഞ്ഞല്ലേ എല്ലാവരും വന്നേക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ ആ അലീനയെന്ന് പറഞ്ഞവളെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാതെ ഞാൻ അങ്ങോട്ട് വരത്തില്ലെന്നുള്ളത്. അതാ ഇപ്പം ഇപ്പോൾ അവൾ അടുക്കളയിൽ കയറി എല്ലാവർക്കുള്ള ഭക്ഷണം പാചകം ചെയ്യുമോ. കമലേട്ടത്തി അവളെ 10 ദിവസം പോയിട്ട് ഒരു ദിവസം വീട്ടിനകത്ത് നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടുകാർ പുറത്തും അവൾ വീട്ടുകാരിയാവും. എൻ്റെ വീട്ടിലെ അവസ്ഥ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവളെ ഒരു കാരണവശാലും അടുക്കളയ്ക്കകത്തോട്ട് കയറ്റിയോ ഭക്ഷണം പാചകം ചെയ്യുകയോ ചെയ്യിക്കരുത്. ഉടനെ പറയും, അത് ഞാനെന്ത് പറയാനാ വൈജി, നിൻ്റെ ചേട്ടനല്ലേ അവളുടെ അടുത്ത് പറഞ്ഞത് അടുക്കളയിൽ കയറി ഭക്ഷണം പാചകം ചെയ്യാൻ, ഞാനൊന്നും പറയത്തില്ല, ഞാൻ പറഞ്ഞാൽ ശിവേട്ടൻ എന്നോട് പഴക്കം വരും, നീ തന്നെ പറ അവളോട് ഇറങ്ങിപ്പോകാനെന്ന്. ഞാനോ ആ ശിവേട്ടൻ എന്തെങ്കിലും പറഞ്ഞാലോ, നീ പറഞ്ഞാൽ ഒന്നും പറയത്തില്ല, ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ എന്നോട് ദേഷ്യപ്പെടും, നീ ചെന്ന് അവളോട് പറ ഇവിടെ ഭക്ഷണമൊന്നും പാചകം ചെയ്യേണ്ട, ഇവിടുന്ന് പോകാൻ പറ, അല്ലെങ്കിൽ തന്നെ അവളെന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, നീ നിൻ്റെ മക്കൾ നിൽക്കുന്നതിനെ കാണും അവിടുത്തെ വീട്ടുവേലക്കാർ ഇവിടെ നിൽക്കുന്നതെന്ന് പറയും. എന്തായാലും ഞാൻ ചെന്ന് പറയാൻ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വൈജ ഹാളിലോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണ അവിടെ ഇരിക്കുകയാണ്. കൃഷ്ണയോട് ചോദിക്കും, എവിടെയാണ് ആ അലീന പിശാശെന്ന് ചോദിക്കും. പിശാശോ, പിശാശിനെ ഒന്നും ഞാനിവിടെ കണ്ടില്ല, അലീന ചേച്ചിയാണ് കിച്ചണിലുണ്ടെന്ന് പറയും. അവളെന്തിനാ കിച്ചണിൽ, എല്ലാവർക്കുള്ള ഭക്ഷണം പാചകം ചെയ്യാൻ എല്ലാവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ കമല ആൻറ്റിക്ക് പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് അലീന ചേച്ചി പാചകം ചെയ്യുന്നത്. അമ്മ ഞങ്ങളുടെ കൂടെ വീട്ടിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അലീന ചേച്ചി ഞങ്ങളുടെ കൂടെ വരും, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ കാണുമെന്ന് പറയും. ഞാൻ വീട്ടിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ വെച്ച ഡിമാൻഡുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അലീനെ അവിടുന്ന് പുറത്താക്കണം, അതുപോലെ ബാലചന്ദ്രൻ എന്നെ ഇവിടെ ഒന്ന് വിളിക്കണം, ഇത് രണ്ടും നടക്കത്തില്ലെന്ന് അമ്മയോട് പറഞ്ഞില്ലേ എന്ന് കൃഷ്ണജ പറയുന്നുണ്ട്. ആ സമയത്താണ് ശിവശങ്കരനും അങ്ങോട്ട് വരുന്നത്. എന്തോ ഇവിടെ എന്നിട്ട് ചോദിക്കും, അല്ല അലീനെ പറഞ്ഞു വിടുന്ന കാര്യം പറഞ്ഞാന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് ശിവേട്ടനൊന്നും ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കമല അങ്ങോട്ട് വരികയാണ്. അല്ല എന്താ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? அப்படின்னு ശിവശങ്കരൻ ചോദിക്കും, അതെന്താ കമല നീ അങ്ങനെ ചോദിച്ചത്? അല്ല അവളെ ഇവിടെ വാഴിക്കാൻ തന്നെയാണോ എല്ലാവരുടെയും തീരുമാനം? ആരെ വാഴിക്കുന്ന കാര്യം? ആ അലീനെ അവൾക്കൊരു ഉദ്ദേശം ഉണ്ടായിരിക്കും, വലതുകാലം വെച്ച് ഇങ്ങോട്ട് കയറി വരാമെന്ന്, അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അവളെ ഇടതുകാലം ഞാൻ വെട്ടിക്കളയുമെന്ന് പറയും. ഉടനെ ശിവശങ്കരൻ ചോദിക്കും, ആഹാ അവളുടെ കാല് വെട്ടാൻ നീ ആരാ, അതോ ലോക ഗുണ്ടയോ, ഒന്ന് പോടി എന്ന് കമലെടുത്ത് പറയും. ചിവേട്ട നിങ്ങൾ എന്തൊക്കെ പർച്ചനും മോനും എന്തൊക്കെ ശ്രമിച്ചാലും ഒരു കാരണവശാലും ഈ കമല ജീവിച്ചിരിക്കുമ്പം അവളെ ഈ വീട്ടിൽ വലതുകാലം വെച്ച് കയറ്റിക്കൊണ്ട് വരാമെന്ന് ആര് കരുതണ്ടെന്ന് പറയും. അങ്ങനെ കമല ദേഷിച്ചങ്ങ് പോവുകയാണ്. അതിനുശേഷം അലീന ചായയൊക്കെ ഇട്ട് എല്ലാവർക്കും കൊണ്ടുവരുന്നുണ്ട്. ആ സമയത്ത് ചായ വൈജ എടുത്ത് കൊടുക്കുമ്പോൾ വൈജ എനിക്കൊന്നും വേണ്ട നിൻ്റെ ചായ, ബാക്കി എല്ലാവരും ചായ കുടിക്കും. ആ സമയത്ത് കമലയ്ക്ക് കൊടുക്കുമ്പോൾ കമലയും വൈജ കുടിക്കാതെ ഇങ്ങനെ മാറി നിൽക്കുകയാണ്. ആ സമയത്ത് മനു പറയും, ഓ എന്ത് നല്ല ചായ, ഇത്രയും ടേസ്റ്റുള്ള ചായ ഞാൻ ഇതിനു മുമ്പ് കുടിച്ചിട്ടേ ഇല്ലെന്ന് പറയും. പിന്നെ ശിവശങ്കരൻ പറയും, നിൻ്റെ അമ്മ കേൾക്കണ്ട, കമല കേട്ടാൽ അത് മതിയെന്ന് പറയും. ഓ പിന്നെ അമ്മയുടെ ഫുഡൊക്കെ ഞാൻ കഴിക്കുന്നില്ലേ എന്ന് പറയും. അതിനുശേഷം ശിവശങ്കരനോട് മനു സംസാരിക്കുന്നുണ്ട് അലീനയുടെ കാര്യം. എന്താ മനു നിൻ്റെ തീരുമാനം എന്ന് ചോദിക്കും. എനിക്ക് പ്രത്യേകിച്ച് തീരുമാനമൊന്നും ഇല്ല, ഞാനൊരു തീരുമാനം പറഞ്ഞല്ലോ, അലീനയെ എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമാണെന്നുള്ളത്. അതൊരു സുപ്രഭാതത്തിൽ ഞാൻ അവളെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുത്തിയൊന്നുമില്ല, കുറച്ചും കൂടി സമയമെടുക്കും, പ്രശ്നങ്ങളൊക്കെ തീരട്ടെ, തീർന്നതിന് ശേഷം അവളെ വിവാഹം കഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ആഗ്രഹം ഞാൻ അച്ഛനോട് തുറന്ന് പറഞ്ഞതേ ഉള്ളൂ, അത് അച്ഛൻ ഉൾപ്പെടെ എല്ലാവരും അംഗീകരിക്കുകയും ചെയ്ത കാര്യങ്ങളാണ്. അപ്പം അതൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥയുമായി നാളെ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.